ഹായ് അസ്സലാമു അലൈക്കും വ്യൂവേഴ്സ്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മളെ ഇന്നലത്തെ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് തന്നെ 9 മന്ത് പ്രഗ്നൻസിൻ്റെ ടൈമിൽ അങ്ങനെ പ്രഗ്നൻസി ഒരു ജേണി അല്ല, എല്ലാവർക്കും അറിയാമല്ലോ. കുറച്ച് നമുക്ക് മൂഡ് സ്വിങ്സും കാര്യങ്ങളും പിന്നെ കുറേ പെയിൻസും കാര്യങ്ങളും എല്ലാം അടങ്ങിയ ഒരു ഒരു ജേണിയാണ് ഈ ഡെലിവറി എന്ന് വെച്ചാൽ. അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ആയിരുന്നു. പക്ഷെ അങ്ങനെ ആഫ്റ്റർ ഡെലിവറി ഞാൻ ഫസ്റ്റ് എൻ്റെ മോളെ കാണുന്നതാണ്. മോളെ കാണുമ്പോൾ തന്നെ എനിക്ക് എന്താ പറയേണ്ടത്, ഭയങ്കര സന്തോഷമായി കുട്ടീനെ കണ്ടിട്ടാകുമ്പോൾ. അതായത് കുട്ടിയെ കണ്ട് ഫസ്റ്റ് കാണുന്ന ഒരു ഞാൻ പോസ്റ്റ് വാർഡിലാണ് ഉണ്ടായിരുന്നത്. പോസ്റ്റ് വാർഡിൽ ഇപ്പോൾ ഫസ്റ്റ് കുട്ടീനെ എനിക്ക് കാണിച്ചു തരാൻ വരുന്ന ആ ടൈമിൽ എനിക്ക് ഭയങ്കര എന്ന് പറയുന്നത് എൻ്റെ മോൾ തന്നെയാണോ എന്നുള്ള ഒരു ഫീലിംഗ് വന്നു വെച്ചാൽ ഞാനൊരു എന്നുവെച്ചാൽ നമ്മൾ പ്രഗ്നൻ്റ് ആയ മുതൽ തന്നെ നമ്മളൊരു ഉമ്മ ആവും. അപ്പോൾ ഈ കുട്ടീനെ കണ്ട സമയത്ത് എനിക്ക് വളരെ സന്തോഷമായി. എന്നുവെച്ചാൽ ആ ഫീലിങ് ഞാനൊരു ഉമ്മ, അതായത് അമ്മ ആയി എന്നുള്ളൊരു ഫീലിംഗ് ആയി. അങ്ങനെ പിന്നെ പോസ്റ്റ്മോർട്ടം ഫസ്റ്റ് ഡേ ഞാൻ പിന്നെ എന്നെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ശേഷം പിന്നെ എനിക്ക് ആ ടൈമിൽ ഭയങ്കര എന്ന് വെച്ചാൽ ഈ സി സെക്ഷൻ ആയതിന് അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ആ സമയത്ത് ഉണ്ടായിരുന്നു. ഒബ്വിയസ്ലി ഉണ്ടായിരുന്നു. അതിന് കുറച്ചും കൂടി കൂടുതലായിരുന്നു. ഞാൻ 7 days അഡ്മിറ്റ് ആക്കേണ്ടി അവിടെ അഡ്മിഷന് വേണ്ടി വന്നു. അപ്പോൾ കുട്ടിയുടെ കാര്യം ബൈലാറ്ററൽ ക്ലെഫ്റ്റ് ഫുട്ടാണ് ഞാൻ കാണുന്നില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ എനിക്ക് കാണിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായി എന്ന് വെച്ചാൽ ഭയങ്കരമായി ഷോക്കായി. അപ്പോൾ ഞാൻ ബൈലാറ്ററൽ ക്ലെഫ്റ്റ് ഫുട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോട്ടോയിൽ കണ്ടതുപോലെ അത്രയും വളഞ്ഞിട്ട്, എൻ്റെ മോളെ ഫോട്ടോ ആണ് ഞാൻ ഓൾറെഡി തംബ്നെയിലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കണ്ടു നോക്കുക, അതാണ് ഫസ്റ്റ് പിക്ചർ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് അത് കാണുമ്പോൾ തന്നെ ഒരു ഉമ്മാരെ ഒരു ഫീലിങ്സ് എങ്ങനെ ഉണ്ടാവും. ഫസ്റ്റ് എൻ്റെ എന്ന് വെച്ചാൽ ഞാൻ അത്രയും എൻ്റെ ഈ ലൈഫ് ജേണി, അതായത് എൻ്റെ മോളായിട്ടുള്ള ലൈഫ് ജേണിയിൽ എൻ്റെ ഇമോഷൻസാണ് കൂടുതൽ അതിൽ. കാരണം ഞാൻ ഒരു ഉമ്മ വന്ന് ആ ഉമ്മ ആ കുട്ടിക്ക് ബൈലാറ്ററൽ ക്ലെഫ്റ്റ് ഫുട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ആ ബൈലാറ്ററൽ ക്ലെഫ്റ്റ് ഫുട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആ സമയത്ത് തന്നെ ഓർത്തോപീഡിക്സ് ഓർത്തോട്ടിക്സ് വിഭാഗം എന്താക്കിയിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ ദിവസം എന്താക്കുന്ന വെച്ചാൽ കുട്ടിക്ക് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ആ ടൈമിൽ എൻ്റെ ബ്രെയിൻ ഫുള്ള് എന്താണ് ആബ്സെൻ്റ് ആണ്. സാധാരണ ഒരു കാര്യം എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒരു ക്രോസ് എക്സാമിനേഷനും ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. പക്ഷെ എൻ്റെ മൈൻഡ് ആബ്സെൻ്റ് ആണ്. അതായത് നമ്മൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വില്ലൻ വന്നു. അപ്പോൾ വില്ലന് ഓൾറെഡി ഡ്യൂറിങ് പ്രഗ്നൻസി സമയത്ത് തന്നെ ഈ പ്രഗ്നൻസി ടൈം തന്നെ ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അന്ന് കാണിച്ച ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു 3rd day ആകുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് ഞാൻ പോയി. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഐസമ്മോളെ കാര്യമല്ലേ, പ്രത്യേകിച്ച് നമുക്ക് ഞാൻ എൻ്റെ ഐസമ്മോളെ കാര്യങ്ങൾക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എൻ്റെ ഒരു കാര്യങ്ങളും എൻ്റെ സ്ട്രഗ്ലിങ് പീരീഡും അതായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. എങ്ങനെ അതിന് മാനേജ് ചെയ്യണം, എങ്ങനെ ചെയ്യണം. അതൊരു സ്ട്രഗ്ലിങ് ഫേസസ് ആണ്, എങ്ങനെ നല്ല ഇതിലേക്ക് വരാം. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മോള് ഈ തലേൻ്റെ സ്കാൻ ചെയ്തു, വയറിൻ്റെ സ്കാനിങ്ങും ചെയ്തു. അപ്പോൾ ഈ വയറിൻ്റെ സ്കാനിങ് നോക്കുമ്പോൾ യൂട്രസ് കാര്യങ്ങൾ, മറ്റേ കിഡ്നി, ലിവർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കുട്ടിക്ക് നോർമലായിരുന്നു. ഓക്കെ. അപ്പോൾ അതിനുശേഷം ഈ തലേൻ്റെ സ്കാൻ ചെയ്ത സമയത്ത് എന്തോ ചെറിയൊരു പ്രശ്നം കണ്ടു. അന്നേരം ഞാൻ ചിന്തിക്കുന്നില്ല കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന്. കാരണം അതുവരെ നമ്മൾ ഈ ഇതുപോലത്തെ കുട്ടികളെ ഞാൻ സ്കൂളിൽ 10th പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ടതല്ലാതെ എനിക്കതിനെക്കുറിച്ചൊരു നോളജ് ഉണ്ടായിട്ടില്ല. ഓക്കെ. ഒബ്വിയസ്ലി എനിക്കതിന് നോളജും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇന്ത്യൻ അതായത് നമ്മൾ വേറൊരു മൾട്ടി ഹോസ്പിറ്റലിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നു കുട്ടീനെ. അപ്പോൾ അവിടെ നിന്ന് കുട്ടിക്ക് ചില കണ്ടീഷൻസും കാര്യങ്ങളും ഉണ്ടെന്ന് ഡോക്ടർ ആ സമയത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് MRI ചെയ്യുക, അങ്ങനെ കുട്ടിക്ക് വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് പ്രൈവറ്റായിട്ടാണ് ക്ലബ് ഫുഡിൻ്റെ കാര്യങ്ങൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അത് 7 days ഞാൻ ഓൾറെഡി ഹോസ്പിറ്റലിൽ കടന്ന് 10 days ആകുമ്പോഴത്തേക്ക് ഞാൻ ട്രാവൽ ചെയ്യാൻ തുടങ്ങി ഹോസ്പിറ്റൽസിലോട്ട്.
അപ്പോൾ അന്ന് ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ വിട്ടിട്ടില്ല, ഉണ്ടത്ര കുഴപ്പമില്ല. എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പം ഫുള്ള് എന്താണ് എല്ലാം മാനേജ് ചെയ്യാൻ എനിക്ക് ഇപ്പം ഇത്രയും ഒരു കാലം എനിക്ക് വേണ്ടി വന്ന് മാനേജ് ചെയ്ത് ഓക്കെ ഞാൻ ചെയ്തോളും, കുഴപ്പമില്ല ഞാൻ ചെയ്തോളൂ എന്ന് വെച്ചാൽ നമുക്ക് വിഷമം വരില്ല എന്നല്ല, പക്ഷെ എന്നാൽ പോലും നമ്മളത് മാനേജ് ചെയ്യാൻ എങ്ങനെ മാനേജ് ചെയ്യണം. അപ്പോൾ ഒരുപാട് ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരുപാട് ഫോൾട്ടും കാര്യങ്ങളെല്ലാം എനിക്ക് പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡായി പറയാം. അപ്പം എങ്ങനെ ഇതുപോലത്തെ കുട്ടികൾ ജനിക്കൂല നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കുട്ടിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മൈക്രോസെഫാലിയാണ്, സെർബൽ പൾസി. അപ്പോൾ കുട്ടിയുടെ തല, അതായത് സാധാരണ രീതിയിൽ ഒരു കുട്ടിയുടെ തല, പെൺകുട്ടിയാണ് 34 സെൻറ്റിമീറ്ററും ആൺകുട്ടിയാണ് 36 സെൻറ്റിമീറ്ററും ഹെഡ് സർക്കംഫറൻസ് വേണമെന്ന്, തലൻ്റെ ചുറ്റളവ് വേണമെന്നാണ്. പക്ഷെ എൻ്റെ കുട്ടിക്ക് 30 സെൻറ്റിമീറ്റർ ഉണ്ടായിട്ടും അതിൻ്റെ ഒരു അബ്നോർമാലിറ്റീസാണ്. ഇതൊക്കെ പിന്നീട് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ഇത് കുറച്ച് ഞാൻ റെഡിയായി, മെൻ്റലി ഫിസിക്കലി കുറച്ച് റെഡിയായ സമയത്ത് ഈ ബേബി കാർഡ്സും കാര്യങ്ങളെല്ലാം വായിച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച ശേഷമാണ് ഇതെല്ലാം മനസ്സിലായി. ആദ്യമൊന്നും മനസ്സിലായിട്ടില്ല. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ സാധാരണ ഇതിൽ കുട്ടികൾക്ക് അനക്കം കൂടുതലായിരിക്കും. ഒരു 8 മാസം 9 മാസമെല്ലാം ഭയങ്കരമായ അനക്കായിരിക്കും. ഇപ്പം എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം പ്രഗ്നൻ്റ് ആയ സമയത്ത് അത് അങ്ങനെ പറ്റി, അതിങ്ങനെ മുഴച്ചു വന്ന് കുട്ടീൻ്റെ തല ഇത് മുഴച്ച് വരുന്നത്, എന്തെങ്കിലും ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ഫുഡാണെന്ന് കുട്ടി കിക്ക് ചെയ്യും. ഇതൊക്കെ നമുക്ക് കേട്ടിട്ടില്ല. പക്ഷെ എനിക്ക് അങ്ങനത്തെ യാതൊരു സിംറ്റംസ് എനിക്ക് ഉണ്ടായിട്ടില്ല. 1-2 പ്രാവശ്യം എൻ്റെ ഒരു ഓർമ്മയിൽ തന്നെ 1-2 പ്രാവശ്യം മാത്രം കുട്ടീൻ്റെ തല മീൻസ് ഏതെങ്കിലും ഒരു പാട്ടായിരിക്കും, നമുക്ക് പറയാൻ പറ്റൂലല്ല, ഇങ്ങനെ മുഴച്ച് വരിക. സാധാരണ ഉമ്മമാറും പിന്നെ ഉമ്മമാറും എല്ലാം പറയുന്നത് പോലെ തന്നെ എൻ്റെ അനക്കം കുറവായിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഫസ്റ്റ് പ്രഗ്നൻസി ആയതുകൊണ്ട് എത്രത്തോളം അനക്കം ഇല്ല കാര്യം നമുക്കറിയില്ല. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ സയൻസിന് കണ്ടുപിടിക്കാത്ത രീതിയിലുള്ള ഒരുപാട് കണ്ടീഷനായിട്ട് ഇപ്പോഴും കുട്ടികൾ ജനിക്കുന്നുണ്ട്. പല കണ്ടീഷനിലെ കുട്ടികൾ ഇപ്പോൾ ജനിക്കുന്നുണ്ട്. ഇപ്പോൾ സയൻസ് നമ്മൾ ഇന്ത്യൻ മെഡിക്കൽ സിസ്റ്റത്തിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത പുതിയ കാര്യങ്ങൾ കുട്ടികളിൽ ജനിതക മാറ്റങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ മോളെ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് പ്രഗ്നൻസി ടൈമിൽ തന്നെ അനക്കങ്ങൾ കുറവായിരുന്നു. അനങ്ങും ഇപ്പോൾ നമ്മൾ ഇത് വെച്ച് കൊടുക്കുന്ന സമയത്ത് അനങ്ങുന്നുണ്ട്, നമ്മൾ ഈ മെഷീൻ ഘടിപ്പിച്ചിട്ട് പിന്നെ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അനങ്ങുന്നു. പക്ഷെ എന്നാലൊരു 8-9 മന്തിൽ അനങ്ങേണ്ട രീതിയിൽ അനങ്ങിയിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നീട് മനസ്സിലായി, ആഫ്റ്റർ ഡെലിവറിയെ മനസ്സിലായത് കുട്ടിക്ക് എന്തോ മറ്റുള്ള ഒരു നോർമൽ പ്രഗ്നൻസി ആയിരുന്നില്ല എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പുതിയ ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഇതുപോലത്തെ കുട്ടികൾക്ക് ഗർഭാവസ്ഥയിൽ തന്നെ അനക്കങ്ങൾ ചില സമയത്ത് കുറവായിരിക്കും. അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ മനസ്സിലാവില്ല. പക്ഷേ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് ഊഹിക്കാം, അനക്കം കുറവാണ്. എന്നുവെച്ചാൽ എല്ലാവർക്കും ഈ ഒരു കണ്ടീഷൻ വരണം എന്നില്ല. നമുക്ക് അതുപോലെ കണ്ടീഷൻസും കാര്യങ്ങളും ഇങ്ങനെ അനക്കം കുറവാണ് അങ്ങനെ ഒരു ഡൗട്ടും കാര്യങ്ങളും വരുന്നത് നമുക്ക് ഒരുപാട് സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അല്ലാതെ നമുക്കിതൊന്നും കണ്ടുപിടിക്കാൻ പറ്റൂല. അപ്പം നോക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നു. കമ്മിങ് സൂൺ.